ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സാട്ടാമപ്പുറമിന്റെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പന്നിയുണ്ട്. അടിപൊളി ഫ്രൈ റോസ്റ്റ് എന്നൊക്കെ പറയും. പന്നി നന്നായിട്ട് വഴട്ടി അതിൻ്റെ ആ കുരുമുളകും കാര്യങ്ങളൊക്കെ പിടിച്ച് അടിപൊളി ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പന്നിയുടെ റെസിപ്പീസ് കുറേ ആൾക്കാർക്കൊന്നും അറിയാൻ പാടില്ലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് കയറി കാണുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതെ, നമ്മുടെ പന്നിയിറച്ചിയും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റാണ്. നമ്മുടെ ടീമും വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ പോയി നമ്മൾ ഐറ്റം ഉണ്ടാക്കി ഒരു പിടി പിടിക്കാൻ പോകാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര മതി കേട്ടോ. ഇത്ര ഉണ്ടെങ്കിൽ നമ്മൾ ഹെവി ആയിട്ട് നമ്മുടെ അങ്കമാലി സ്റ്റൈലിലെ പന്നി റോസ്റ്റ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് നമ്മുടെ ഫ്രഷ് പന്നി, ഞാൻ ഒരു 1/2 കിലോ പന്നിയാണ് എടുത്തിരുന്നത്. അത് നൈസായിട്ട് ചെറിയ പീസായിട്ട് നുറുക്കിയെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മൺചട്ടിക്കകത്തിട്ട് അത് നൈസായിട്ട് അങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി അതൊന്ന് ചതച്ച് അതിൽ പകുതി ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് നമ്മുടെ പച്ചമുളക് ഉണ്ട് കേട്ടോ. പച്ചമുളക് 2 ഞാൻ നടുവേ കീറി നൈസായിട്ട് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇനി മുളക് പൊടി, ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ, മല്ലിപ്പൊടി. ഞാൻ ഒരു മല്ലിപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് കഴിഞ്ഞാൽ ഉപ്പ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ, ഒരു ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ വേണ്ടി കറിവേപ്പില, നമ്മുടെ പറമ്പിൽ തന്നെയുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ നൈസായിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലൊന്നും നമ്മുടെ കൈ വെച്ച് മിക്സ് ചെയ്യുന്ന ആ ഒരു ഫിനിഷിങ് കിട്ടുകയില്ലെന്നേ. അപ്പോൾ നന്നായിട്ട് കൈവച്ച് അത് മിക്സ് ചെയ്ത് കൊടുത്തു. എല്ലായിടത്തും മിക്സപ്പ് ആയെന്ന് ഉറപ്പായാൽ ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പന്നി എടുത്തിരിക്കുന്നതിൻ്റെ ഒരു നെകക്കെ, ഈ പന്നിയുടെ സെയിം അളവിൽ വെള്ളം, അതിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതൽ ഒരു അനുപാതത്തിൽ വെള്ളം ഒഴിക്കുക. അപ്പം നെകക്കെ കൂടുതൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് വേണം നമ്മൾ വറ്റിക്കാൻ വെക്കാം. നമുക്കിത് വേണം കുക്കറിലോ എങ്ങനെ വേണേൽ വെക്കാം. ഞാനിപ്പോൾ നമ്മുടെ മൺചട്ടിയിൽ നേരെ ഗ്യാസിലോട്ട് വെക്കുകയാണ്. ഒന്ന് മൂടി വെക്കുക. അപ്പോൾ കുറച്ച് ടൈം പിടിക്കും നന്നായിട്ടൊന്ന് വെന്ത് ഈ വെള്ളം മൊത്തം വറ്റി വരണം. വെള്ളം മൊത്തം വറ്റിയാലേ അതിൻ്റെ കറക്റ്റ് വേവ് ശരിയാവും. അപ്പോൾ ഞാൻ മൂടി വെച്ച് അടച്ചു വെക്കുന്നുണ്ട്. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ വെള്ളം അടിപൊളിയായിട്ട് തിളച്ചത് വളവളാന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ വെള്ളം വറ്റിയിട്ടില്ല, സാധനം വെന്തിട്ടുമില്ല. അപ്പോൾ ഈ വെള്ളം മൊത്തം വറ്റണം. ഇത് തിളയ്ക്കട്ടെ, നന്നായിട്ട് വെട്ടി തിളച്ച് അതിലെല്ലാം ഈ മസാലയും കാര്യങ്ങളൊക്കെ കയറി പിടിക്കട്ടെ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല സെറ്റ് സാധനമായിട്ട് വന്നിട്ടുണ്ട്. ആ പന്നിയും വെന്തിട്ടുണ്ട്. ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കിട്ടോ, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഈ ആ ഒരു എരിവും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറും പ്രത്യേകിച്ച് നമ്മുടെ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ, അത് അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാണ്. ഒരു നല്ല ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചീനച്ചട്ടിക്കകത്തേക്ക് ഞാൻ ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ നമ്മൾ സവോളയൊക്കെ ഒന്ന് വഴട്ടിയെടുക്കാനായിട്ടാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ കടുകിട്ട് എങ്ങനെ പൊട്ടിക്കുന്നത്, നല്ല പട്ടേന്നങ്ങ് പൊട്ടിക്കുക. ഓക്കെ, കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളെന്താ ചെയ്യുക, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബാക്കി വെച്ചിരുന്ന നമ്മൾ പകുതി നേരത്തെ ഇട്ടിരുന്നു. ആ പകുതി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ കളറാവുന്നവരെ അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം മൂക്കാറാകുമ്പം നമ്മൾ നേരത്തെ പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. അതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സവോള, ഞാനൊരു 4 മീഡിയം വലുപ്പമുള്ള സവോളയായിരുന്നു എടുത്തിരുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വഴട്ടിയെടുക്കണം. അപ്പോൾ സവോള വഴട്ടുമ്പോൾ നമ്മളെന്താ, ലേശം ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് വഴണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പന്നിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സവോളയിലും ലേശം ഉപ്പിട്ട് കൊടുത്ത് വഴട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴണ്ട് കിട്ടണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് വഴണ്ടെടുക്കാൻ കുറച്ച് ടൈം പിടിക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ സബോളയൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാനുള്ള ടൈമാണ്. അപ്പോൾ പൊടിയെല്ലാം ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ഫസ്റ്റ് ചേർക്കുന്നത് മുളക് പൊടി. ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു 1/2 ടീസ്പൂണും കുരുമുളക് പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആകും. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയും മതി പൊടികളായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി അപ്പുറത്ത് കുറച്ച് എരിവ് ചേർത്തിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മുളകും പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നാലും വലിയ എരിവ് കാണില്ല കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് എരിവ് വേണമെങ്കിൽ ഇനിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റായി അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ പന്നി, നേരത്തെ നമ്മൾ വറ്റിച്ച് വെച്ചിരുന്ന നമ്മുടെ പന്നി വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്താണ് ഇതിന് നെയ്യൊക്കെ ഒന്ന് ഉരുകി അടിപൊളിയായി കിട്ടുന്നത്. അപ്പം ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്ത് ഇതിനകത്ത് കിടന്ന് ഒരു 5-10 മിനിറ്റ് ഇതിനകത്ത് കിടന്നൊന്ന് സെറ്റാവണം. എന്നാലേ നെയ്യൊക്കെ ഉരുകി ആ ഒരു നമ്മുടെ ഗ്രേവിയിലും കാര്യത്തിനൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു കളർ കുറച്ചൊന്ന് മാറട്ടെ. ഇതിനകത്ത് കിടന്ന് കുറേ നേരം വഴറ്റി കഴിഞ്ഞാൽ നമുക്കിത് കറുപ്പിച്ചെടുക്കാൻ പറ്റും. ഈ ആൾക്കാർ കറുപ്പിച്ചെടുക്കുമല്ലോ, നന്നായിട്ട് കറുപ്പിച്ച് നമ്മൾ കുറച്ച് നേരം അതിനകത്തിട്ട് ഇരട്ട് ഈ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം വല്ലാത്തൊരു, ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വല്ലാത്ത ഒരു പൊളി ഫ്ലേവർ, ഒരു മണമാണ് നമുക്ക് മൂക്കിലിട്ട് അടിക്കുന്നത്. അതിപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞ കറിവേപ്പില ഇട്ടതിൻ്റെ പ്രത്യേക സ്വാദ് അറിയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചിരുന്നു. നമ്മുടെ പന്നി സെറ്റായി. നോക്ക്, ആ ഒരു നെയ്യും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ കപ്പലോടുന്നുണ്ടെന്ന് എനിക്കറിയാം. നോക്കിക്കോ, അടിപൊളി സാധനമാണ്. ഇനി നമ്മൾ അധികം നേരം ഇതിനകത്ത് വെക്കുന്നില്ല. നമ്മൾ ഇത് നമ്മുടെ ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാണ്. വെളിയിൽ ചെറിയൊരു മഴയുണ്ട്, അത് കാരണമാണ് ഞാൻ അകത്ത് വെച്ചുണ്ടാക്കിയത്. അപ്പോൾ നോക്കിക്കേ, അടിപൊളിയാണ്. അപ്പം ഞാൻ പതുക്കെ ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റുവാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നൈസായിട്ട് എടുത്തതാ ഇങ്ങനെ പൊക്കെടുത്ത് മാറ്റി. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇതിനകത്തിരുന്ന് സെറ്റാകുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ പ്രധാന പരിപാടി. ഇതിൻ്റെ കോമ്പ് നിങ്ങളെ കഴിച്ച് കാണിക്കുന്ന കൊതിയുടെ മുൾമുനയിൽ എത്തിക്കുന്ന പരിപാടിയാണ്. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മളിത് എങ്ങനെ കഴിക്കുന്നതെന്ന് കാണിച്ചാൽ നല്ല വട്ട പ്ലേറ്റിനകത്ത് നല്ല ചൂട് നല്ല കുത്തരിയൊക്കെ എടുത്ത് അതിനകത്തേക്ക് നൈസായിട്ട് തവിയിൽ നമ്മുടെ പന്നിയിറച്ചി അതിനകത്തേക്ക് കൊടുക്കുക. രണ്ടും നല്ല ചൂടാണ്. നല്ല ആവി പാറുന്ന നമ്മുടെ ചോറിനകത്തേക്ക് പന്നിയിറച്ചി ഇട്ട് നോക്കിയേ, നല്ല അടിപൊളി ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഉണ്ടോ. അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷേ എൻ്റെ കയ്യിൽ തരൂല. നിങ്ങൾ വീട്ടിൽ തന്നെ ഇതുണ്ടാക്കി നോക്കണം. അപ്പോൾ നോക്കുക. അപ്പോൾ ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. നമ്മുടെ ചോറിനകത്തേക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചോറിൻ്റെ കളറ് മാറി തന്നെ ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് നേരെ ഒരു വാ കഴിക്കുക. ആഹാ, ഒന്നും പറയാനില്ല, അടിപൊളി സാധനം. അപ്പോൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇതിന് ഞാൻ തരൂല, ഇത് ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക, അത് വീട്ടിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ നാടൻ പന്നി ഇറച്ചി അടിപൊളിയായിട്ട് റെഡി ആയിരിക്കണതാ. കണ്ടിട്ട് കൊതി വന്നിട്ട് പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കിടുക്കൻ റെസിപ്പിയൊക്കെ ഇനിയും ചാനൽ ഇടുന്നുണ്ട്, കുറേ ഇട്ടിട്ടുമുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം ഇതുപോലുള്ള കിടുക്കൻ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പന്നി ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടീം മൊത്തം വെയിറ്റിംഗ് ആണ്. അപ്പോൾ സമയം കളയുന്നില്ല, വേഗം പോവാം. ഇതുപോലെ കിടുക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നവരെ ആൽബി സൈനിങ് ഔട്ട്. ബൈ ബൈ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.